ഒരുപാട് ആൾക്കാരെ കാണാനും അവരോട് ഒത്തിരി സംസാരിക്കാനും അങ്ങനെ വിശ്രമകാലം അങ്ങ് ആഘോഷമാക്കുവാണ് ജോസാറ്. പറയട്ടെ, എൻ്റെ പാലാവലിൽ ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു അത്ഭുതമുണ്ട്. അതിൻ്റെ പേരാണ് പാലാവേൽ ഫാം റിസോർട്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ നല്ല മഴയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഉള്ളു തണുക്കുന്ന മഴ എന്ന് പറയാം. ഞങ്ങളവിടെ താമസിക്കാൻ പോയതുകൊണ്ട് തന്നെ റിലാക്സ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ നേരം ഇരുന്ന് അന്നാറോസിൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ മഴ കണ്ടു. ഗ്രാമീണ ബാങ്കിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം ജോസാർ വെറുതെ ഇരുന്നില്ല. ഒരു തലമുറേനെ മുന്നിൽ കണ്ടുകൊണ്ട് കൃഷിയെ അടുത്തറിയാൻ വേണ്ടിയിട്ട് ഒരു ഫാം റിസോർട്ട് അങ്ങ് തുടങ്ങി. കവുങ്ങ്, തെങ്ങ്, റബ്ബർ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒരു നല്ല ജാതിത്തോട്ടം. ഞങ്ങളവിടെ ചെല്ലുമ്പം ജോലിക്കാരെല്ലാവരും കൂടെ എന്നെ വിളവെടുത്തോണ്ടിരിക്കുമായിരുന്നേ. ഫാം റിസോർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃഷിയെ നമുക്ക് അടുത്തറിയാൻ പറ്റും. എനിക്കും മരിയയ്ക്കും ഹന്നാറോസിനും എല്ലാവർക്കും അവരുടേതായ രീതിയിൽ കൃഷിയെ മനസ്സിലാക്കാൻ നല്ലൊരിടം. ജോസാർ അങ്ങെടുത്ത ഈ സ്റ്റെപ്പ് കാലഘട്ടത്തിന് മുമ്പേ നടക്കുന്നവരുടെ തന്നെയാ. കൃഷിയിടത്തിൽ നിന്ന് കയറുന്നതിന് മുമ്പ് വൈകുന്നേരം അത്താഴത്തിന് വേണ്ട മീനെ ഞങ്ങൾ പിടിച്ചേ. കൃഷിയിടമെല്ലാം കണ്ട് തിരിച്ചു കയറി വരുമ്പോഴേക്കും ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബങ്ങളെല്ലാം വന്നായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ആഘോഷമായി കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ. ബൈജിച്ചേട്ടൻ്റെ ഫാമിലിയും മാർട്ടിൻ ചേട്ടൻ്റെ ഫാമിലി, 2 ഫാമിലിയിലും 5 മക്കൾ വീതം. അങ്ങനെ എല്ലാവരും കൂടി ഞങ്ങൾ ആഘോഷമായി 1 മണിക്കൂർ അവിടെ. പറയട്ടെ, പാലാവേൽ ഫാം റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയ്ക്കടുത്താണ്. റിസോർട്ടിന്റെ അരികിലൂടെ ഒഴുകുന്ന തേജസ്വിനി പുഴയിലൂടെയാണ് ഇന്ന് ലോകത്തറിയപ്പെടുന്ന റിവർ റാഫ്റ്റിംഗ് നടക്കപ്പെടുന്നത്. മഴയുടെ ആ തണുപ്പങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ജോസാറ് പറഞ്ഞു, രാത്രി ആയിക്കോട്ടെ, നിങ്ങളിവിടെ നല്ലപോലെ എൻജോയ് ചെയ്യും. മക്കളും മാതാപിതാക്കളും എല്ലാവരും കൂടെ തുള്ളി മറിഞ്ഞ് ക്യാമ്പ് ഫയർ. അപ്പോഴേക്കും ഒരു സൈഡിൽ കൂടെ ഭക്ഷണം ഇങ്ങനെ റെഡി ആവുന്നുണ്ടായിരുന്നു. ഒരു കാര്യം പറയാൻ വേണ്ടി പറയുമല്ല, എപ്പോഴെങ്കിലും ഫാം റിസോർട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അവർ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കൾച്ചർ. ഞങ്ങളുടെ നാട്ടുകാർക്കറിയാം, കൂടുതലും ആൾക്കാർ ഇവിടെ വന്നു പോകുന്നത് കേരളത്തിന്റെ പുറത്തുനിന്ന് തന്നെയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ കുടുംബങ്ങളെ കൂടെ ഒന്ന് കാര്യമായിട്ട് ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഫാം റിസോർട്ടിനെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പോകുന്നത് മക്കളും അമ്മമാരും തന്നെയായിരിക്കും. കാരണം നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയോ ഫാക്ടേഴ്സ് അവിടെയുണ്ട്. അവിടെ 4-5 ജോലിക്കാരുണ്ട്. അവരെല്ലാവരും ഞാൻ ചെറുപ്പം മുതലേ അറിയുന്ന മനുഷ്യർ. മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ വന്ന് ഇവരുടെ ഒരു കൾച്ചർ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ലോകത്തിൻ്റെ മുമ്പിലേക്ക് എന്നും നല്ലൊരു ഓർമ്മയോടുകൂടി തന്നെ എനിക്ക് ഫാം റിസോർട്ടിനെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ വരണം എൻ്റെ പാലാവേലിലേക്ക്, കാണണം ഈ വലിയ ഒരു അത്ഭുത ലോകം. കണ്ടതിൻ്റെ വെളിച്ചത്തിൽ പറയുവാണെങ്കിൽ ഫാമിലി ഗ്യാതറിങ്ങിനും ബർത്ത്ഡേ ആഘോഷങ്ങൾക്കും വിവാഹ പാർട്ടികൾക്കും അതുപോലെ കുടുംബങ്ങൾക്കും കൂട്ടുകാർക്കും ഒന്നിച്ചു വരാൻ പറ്റിയ ഒരിടം. ഒത്തിരി സന്തോഷത്തോടെ ഉള്ളു തുറന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ.